ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ വെഡിങ് ആനിവേഴ്സറി അനുബന്ധിച്ച് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്നത് കുട്ടിക്കാനത്താണ്. അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി മെയ് 23 ആണെങ്കിൽ നമ്മൾ 24 ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരു 1 നൈറ്റ് സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എല്ലാമൊക്കെ നേരത്തെ കെട്ടിപ്പൂട്ടി എല്ലാ ബാഗിൽ വെക്കുന്നതാണ്. ഇത്തവണ അങ്ങനെ പറ്റിയില്ല. അപ്പോൾ അത് പോകുന്നൊരു കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നെയാണ് പോകേണ്ട ഡ്രസ്സും കാര്യങ്ങളും കൊണ്ടുപോകേണ്ട ഡ്രസ്സും കാര്യങ്ങളും എല്ലാം സെറ്റാക്കാനായിട്ട്. ഞങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു എനിക്ക് തോന്നുന്നു 2.5 മണിക്കൂറില്ല, 2 മണിക്കൂറിനടുത്താണ് ദൂരമുള്ളത്. അപ്പോൾ നമ്മൾ കാറിനാട്ടോ പോണത്. അപ്പോൾ ഇവർക്കുള്ള സ്നാക്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാട്ടോ പോണത്. അപ്പോൾ എല്ലാം എടുത്ത് കയറിയ പാടെ തന്നെ അവർക്ക് സ്നാക്സ് കഴിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ കൊടുത്തു. പിന്നെ കുറച്ചങ്ങ് ചെന്നപ്പോൾ തന്നെ തെച്ചൂട്ട് എൽക്കുഞ്ഞാണെങ്കിൽ ഉറങ്ങാൻ തുടങ്ങി കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പോയത്. ഒരു 2 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചില്ല. രാവിലെ തന്നെ ലേറ്റായിട്ട് എഴുന്നേറ്റുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴേക്കും ഉച്ചയായി. പിന്നെ ഉച്ചയ്ക്ക് ഇതേ പുറത്തുനിന്നാട്ടോ ഫുഡ് കഴിക്കണേ. കഴിഞ്ഞ വീട്ടിൽ ആരോ പറഞ്ഞു, ചേച്ചി ഇത് ഓടിച്ച് വിട്ട് പറയുന്ന പോലെ പറയുന്നുള്ളത് കേട്ടോ. ഞാനാണെങ്കിൽ ഒറ്റ ഇതിനങ്ങ് പറഞ്ഞു പോകണേ കേട്ടോ, ഒറ്റ ഫ്ലോയ്ക്കിങ് പറഞ്ഞു പോകണേ. കാര്യം പിള്ളേർ വരുന്നുണ്ടോ നോക്കിയിട്ടാണ് വോയിസ് കൊടുക്കണേ. അപ്പോൾ അവർ വരുന്നതിന് മുന്നേ പെട്ടെന്ന് അങ്ങ് വോയിസ് കൊടുത്തിട്ട് പോകാമെന്ന് ഓർത്തിട്ടാണ് ഒറ്റ ശ്വാസത്തിൽ പറയണത് കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മഴ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി എത്തണം കേട്ടോ. പക്ഷെ പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊക്കെ മഴയൊക്കെ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ടിൽ കിടന്നൊരു വണ്ടി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഓഫായിപ്പോയി. അങ്ങനെ ഏട്ടയാണെങ്കിൽ ചെന്ന് ഏട്ടയല്ല കുറേ ആൾക്കാരൊക്കെ ചേർന്നിട്ട് അതൊക്കെ തള്ളി മാറ്റിയിട്ടാണ് നമ്മൾ പിന്നെ റിസോർട്ടിലോട്ട് വന്നത്. ഇത് നമ്മുടെ റിസപ്ഷൻ ഏരിയ 2 റിസോർട്ടുണ്ട്. ഒരെണ്ണം താഴെ മുകളിലായിട്ട് കേട്ടോ. നമ്മൾ മുകളിലാണ് ബുക്ക് ചെയ്തേക്കുന്ന റൂം. ഇത് താഴെ റിസപ്ഷനൊക്കെ ഏരിയ അവിടെയൊക്കെ ആ ഒരു ഏരിയ വരുന്ന സ്ഥലമാട്ടോ. ഇത് വേറെ റിസോർട്ടാണ്. നമ്മളിവിടെ എല്ലാ റൂം ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപാടെ റിസപ്ഷനിലൊക്കെ എഴുതി കീയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മുടെ റിസോർട്ടോട്ട് പോകാം കേട്ടോ. ഇതാണ് നമ്മുടെ റിസോർട്ട്. കുറച്ച് മുകളിലാണ്. അപ്പോൾ നല്ല കോടയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെയൊക്കെ കിട്ടുന്ന ഓർത്ത് നമ്മൾ അവിടെ ബുക്ക് ചെയ്തു കേട്ടോ. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ കുഞ്ഞു പാർക്ക് പോലെ ചെറിയ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. ചെന്ന പാടെ മഴ തുടങ്ങി. ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് പൂരം മഴയായിരുന്നു കേട്ടോ. ഫുൾ മഴയും കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.